ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഒരു പച്ചമാങ്ങ വെച്ചൊരു സൈഡ് ഡിഷാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ കൂടിയാണല്ലോ. മാങ്ങ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ കാണില്ല അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ, വലിയ പീസ് വെളുത്തുള്ളി, അതുപോലെ തന്നെ വലിയ പീസ് ഒരു ഇഞ്ചി, പിന്നെ എരിവിന് അത്യാവശ്യമായിട്ടുള്ള വറ്റൽമുളക്, ഉലുവ, കടുക്, കായപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം പഞ്ചസാര. ഇത് ഇത്രയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. പൊടി വേണ്ട, നമുക്ക് വറുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് മതിയാവും. ഇത് ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വറ്റൽമുളക് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇത്രയും ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത ശേഷം ഇതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ തേങ്ങയും മാങ്ങയുടെ പീസും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. ഓക്കെ, ഇത് രണ്ടും മാറ്റി വെച്ച ശേഷം അതേ പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൽ 1 സ്പൂണ് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്കിതിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പോർഷൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും നമുക്ക് ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടുന്ന കുറച്ചൊരു പ്രത്യേക ഫ്ലേവറാണ്. കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച ശേഷം ഈ മാങ്ങയും തേങ്ങയും കൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചില്ലേ, അതൊന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിലെ പച്ച ആ ഒരു വെള്ളാംശം ഒന്ന് മാറി നല്ല രീതിയിൽ തന്നെ റോസ്റ്റായി കിട്ടണം. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരും, അതുവരെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇതിലാവശ്യമായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരച്ച് വെച്ചിരുന്ന മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഈ കൂട്ടിനാവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് എല്ലാ ഏരിയയിലും ഉപ്പ് എത്തിയ ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം ഒരല്പം 1/4 സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ പുളിപ്പുണ്ടാവില്ലേ, അപ്പോൾ നമുക്ക് ഒരു 1/4 സ്പൂണോളം പഞ്ചസാര കൂടെ ചേർക്കാം. കൂടുതൽ ആൾക്കാർക്കും ശർക്കരയാണ് ഇഷ്ടപ്പെടുക, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ ഒരു റെസിപ്പി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്